അറിഞ്ഞു കാണൂ. അച്ഛൻ പോസിറ്റീവായി എടുത്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പണി പാടും. ഏയ്, അച്ഛൻ പോസിറ്റീവായി എടുക്കൂ. എന്താ രതിക മേഡം, എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല രാജു. മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്തോ ഒപ്പിച്ച് വെച്ചിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ മേഡം? എന്റെ മുഖം കണ്ട അങ്ങനെ തോന്നൂ? ആ പിന്നെ മാഡത്തിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പുലിവാല് പിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ തോന്നുവല്ലേ? പിന്നെ തോന്നും. ഇപ്പൊ എന്തെങ്കിലും തോന്നൂ? ആ, ഇപ്പൊ ഒന്നും തോന്നില്ല. പക്ഷേ ഉള്ളിൽ എന്തോ ഒരു കള്ളത്തറുള്ളത് പോലെ. ഒരു പ്രശ്നമുണ്ട് രാജു. എന്ത് പ്രശ്നം? അത് ഞാൻ പിന്നെ പറയാം. റോഹനെ അങ്ങോട്ട് അച്ഛന്റെ റൂമിലേക്ക് പോയത് രാജു കണ്ടായിരുന്നോ? ഇല്ല. വർമ്മ സാർ എന്നോട് ഈ ഫയൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇന്ന് കളക്ടർ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഫയൽ. അല്ല, അച്ഛന്റെ റൂമിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നോ? എന്ത് ശബ്ദം? അച്ഛൻ റോഹനുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഉറക്കെ പറയുന്നതായിട്ടോ? ഇല്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. എന്ത് പറ്റി മാഡം? എന്താന്ന് വെച്ചാ പറയേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഏയ്, ഇതെങ്ങനെ രാജു വിചാരിച്ച പരിഹാരം ഉണ്ടാവുന്ന കാര്യമല്ല. ഓഹോ, അപ്പോ പ്രശ്നങ്ങളെല്ലാം സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ തുടങ്ങി. ആ, ചില പ്രശ്നങ്ങളൊക്കെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുന്നതല്ലേ നല്ലത്. അതെ, ഈ ഒരു സ്പിരിറ്റ് എപ്പോഴും ഉണ്ടായാ മതി. അല്ല, രാജുന്റെ വിവാഹകാര്യം എന്തായി? എന്റെ ഏത് വിവാഹകാര്യം? രമ്യായിട്ടുള്ള വിവാഹകാര്യം. മാഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഞാൻ രമ്യ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ രാജു ആരെ അങ്ങനെയൊക്കെ കാണുന്നേ? എങ്ങനെയൊക്കെ? അല്ല, രാജുവിന് എന്നോട് സ്നേഹമില്ല, രമ്യോട് സ്നേഹമില്ല. ഇനി രാജുവിന് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? മറ്റാരോടെങ്കിലും പ്രണയമുണ്ടോ? എനിക്ക് അങ്ങനെ ആരോടും പ്രണയമില്ല. പക്ഷേ എനിക്കങ്ങനെ അല്ല രാജു തോന്നിയത്. രാജുവിന്റെ മനസ്സില് രാജുവിന് ഒരാളോട് പ്രണയമുണ്ട്. രാജു അത് പുറത്ത് കാണിക്കാതെ ഉള്ളിൽ കൊണ്ട് നടക്കുക എന്നാ എനിക്ക് തോന്നുന്നത്. ആരോട്? അതൊക്കെ എനിക്കറിയാം. സത്യം ഞാൻ ഒരു ദിവസം പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്റെ പൊന്ന് ഋതിക മാഡം, എന്നെ വിട്ടേക്ക്. അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലെങ്കിലോ? എന്താ മാഡം? അകലേ നോവിനാലേ